കാണുന്നവരുടെ കണ്ണിലാണ് ഭംഗി എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ? സംഭവം എന്തെന്ന് വെച്ചാലേ, ഈ കുന്തൻ സ്റ്റോണുകൾക്ക് ഒരു പ്രത്യേക തരം ഭംഗിയാണ്. അത് നമ്മൾ ഈ കുന്തൻ സ്റ്റോണൊക്കെ നമ്മളിങ്ങനെ ഒറ്റ ഒറ്റയായിട്ട് കാണുന്നതിനെക്കാട്ടിലും നമ്മൾ ഒരു പ്രോഡക്റ്റ് ഫിനിഷ് ചെയ്ത് നമ്മുടെ കയ്യിൽ അത് കിട്ടുമ്പോഴത്തേക്കും നമ്മളതിൽ 10 രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ 100 രൂപയുടെ മതിപ്പ് നമുക്കതിൽ തോന്നിക്കും. അതായത് എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്, ഒരുപാട് പേര് ഈ പ്രൈസ് ഇടുന്നതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ 10 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചിട്ട് 15 രൂപയ്ക്ക് വിൽക്കുന്ന ആ സ്ട്രാറ്റജി അല്ല ബിസിനസ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു സമയം ഇതിന് വേണ്ടി ചിലവഴിക്കും. എറൗണ്ട് ഒരു ചില വർക്കിനൊക്കെ നമ്മൾ 10 രൂപയുടെ ഒരു സ്വീക്കൻസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും വി മെയ്ഡ് ഇറ്റ് 100 ഓർ 200 റുപ്പീസ് വർത്ത് പ്രോഡക്റ്റ്. അതാണ് അതിൻ്റെ വാല്യൂ, അല്ലെങ്കിൽ നിങ്ങൾ ഇടേണ്ട റേറ്റ് എന്ന് പറയുന്നത്. അതെപ്പോഴും നിങ്ങൾ ചിന്തിക്കുക, നമ്മൾ ഒരു സാധനത്തിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് വരുമ്പോൾ ഇത്ര രൂപ വില മതിക്കും, അതാണ് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ആ ഓണറിന് മാത്രമേ അതിൻ്റെ റേറ്റ് നിശ്ചയിക്കാൻ കഴിയത്തുള്ളൂ. കാണുന്നവർക്ക് ജസ്റ്റ് സേ ഇറ്റ് ലൈക്ക്, ഓ ഇത്രയും പൈസയോ ഇതിന്, അത് ജസ്റ്റ് വേർഡ്സ് മാത്രമാണ്. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള ഹാർഡ് വർക്കും കാര്യങ്ങളുമൊക്കെ അത് സൃഷ്ടിച്ച ഒരാൾക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. സോ പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുടെ റേറ്റുമായിട്ട് കമ്പയർ ചെയ്യരുത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഹോൾസെയിലായിട്ട് സാധനങ്ങൾ എടുക്കുന്നത് കൊണ്ട് എനിക്ക് കുറച്ചും കൂടെ പ്രൈസിലായിരിക്കും എനിക്കത് കിട്ടുന്നത്. സോ എനിക്ക് സെല്ലിങ് പർപ്പസിൽ ഞാനൊന്ന് കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്കും എനിക്കതിലൊരു ലാഭം കിട്ടും. ലാഭ കച്ചവടത്തിനല്ലാതെ ആരും നിൽക്കത്തില്ല. ഇപ്പം ഈ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം എന്ത് തന്നെ ആയിക്കോട്ടെ, അതിൽ നിന്നൊന്നും ഏണിങ്സ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാഷൻ കൊണ്ട് മാത്രം ആരും അത് ചെയ്യത്തില്ല. ഇത് പാഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നമുക്കൊരു ഏണിങ്സ് കിട്ടിയാൽ മാത്രമേ നമ്മൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരാമേ. ഇത് ഒരുപാട് ലോങ് ആയി പോവും. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.